തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് പാട്ടൊരുക്കുന്നവർക്കും പാട്ട് പാടുന്നവർക്കൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുനാവായയ്ക്ക് അടുത്താണ്. ഇവിടെ ഒരു അനുഗ്രഹീത കലാകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജംഷീർ കൈനിക്കര. നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണാം. എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ചോദിക്കാം. എന്താണൊക്കെ തിരക്കിലാണോ? നന്നായി പോണു. ഇപ്പോൾ ജംഷീർക്കൊക്കെ നല്ല തിരക്കുള്ള സമയമാണെന്ന് പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മള് എന്താ പറയാ, നമ്മൾ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള ഒരു ചെറിയ തിരക്ക്, അത്രേ ഉള്ളൂ. ജംഷീർക്ക് അധികം പരിചയപ്പെടുത്തേണ്ട അവസ്ഥയില്ല. അദ്ദേഹം ഒരു അനുഗ്രഹീതനായ കലാകാരനാണ്, ഭിന്നശേഷിക്കാരനാണ്. അതിലുപരി തൻ്റെ ജീവിതത്തിൽ വന്ന ആ ദുരന്തങ്ങളെയൊക്കെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന മാതൃകയായ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥ അറിയാത്തവർക്ക് വേണ്ടി അന്ന് ചോദിക്കാം. അല്ലേ, ജന്മന ഇങ്ങനെ ഒരു എല്ല് പൊടിയുന്ന അസുഖമായിരുന്നു അല്ലേ, നമുക്ക് തിരിച്ചടിയായതല്ലേ? ഞാൻ എൻ്റെ ഉമ്മ പ്രസവിച്ച് കഴിഞ്ഞേക്ക് 15ാമത്തെ ദിവസം മുതൽ 18 വയസ്സുകാലം വരെ ഒരേ ഒരു കട്ടിൻ്റെ മുകളിൽ മാത്രം ഇരുന്നിട്ടുള്ള ഒരാളാണ്. എല്ല് പൊട്ടുന്ന അസുഖമായതുകൊണ്ട് അവിടെ ഈ 4 ചുമരക്കുള്ളിൽ ഈ 4 ചുമരെ നോക്കി വേദനകൾ മാത്രം, കുറച്ച് നോവുകളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് സത്യം പറയണ അതിൽ പങ്കാളിയായിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ്. ഉമ്മൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്തുകൊണ്ട് 18 വർഷക്കാലം എന്നെ ഒരേ ഒരു കട്ടിൻ്റെ മുകളിൽ ഇരുത്തി എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും നോക്കി വളർത്തി. പുറം ലോകത്തേക്ക് ഞാൻ തീരെ പോയിട്ടില്ല അങ്ങനത്തെ കാലങ്ങളിൽ. അപ്പോൾ വലിയൊരു ആഗ്രഹം എൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ സ്കൂൾ മദ്രസയിലൊക്കെ പോകുമ്പോൾ എനിക്കും അവിടെയൊക്കെ പോകണമെന്നുണ്ട്. കാരണം എല്ലുകൾ ഇങ്ങനെ നിരന്തരം ഒരാളെൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മെല്ലെന്ന് തുമ്മിക്കഴിഞ്ഞാൽ അങ്ങനെ ഞെട്ടിക്കഴിഞ്ഞാലൊക്കെ പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോകുന്ന കാരണം എൻ്റെ അടുത്ത് ആരും വരില്ല, എന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അത് ആ ഒരു സ്കൂളിൽ മദ്രസയിലൊക്കെ അങ്ങനെ വിദ്യാഭ്യാസം ഇതൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെറിയ പാട്ടുകളൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കുറേ കാലം നിരാശയായി എല്ല് പൊട്ടുന്നതുകൊണ്ട് ഒരു തവണ എനിക്ക് അവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നെ എല്ലാവരും എടുത്തു കൊണ്ടുപോയി. അങ്ങനെ വേദിയിൽ പാടിപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അറിയാം. കാരണം ഇന്നത്തെ കാലം പോലെയല്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒന്നുമില്ല. നമുക്ക് ആകെ കേൾക്കാവുന്ന റേഡിയോയിലുള്ള പാട്ടാണ്. ഞാൻ എന്നെ കേട്ടിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നും കേൾക്കുന്ന 5:30-ക്കുള്ള ഭക്തിഗാനങ്ങൾ, വൈകുന്നേരം ഉള്ള ഭക്തിഗാനങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നത് ബാങ്കുലി നാദനങ്ങളൊക്കെയാണ്. ഇതല്ലാതെ അന്തകാലത്ത് നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ 4 ആരെങ്കിലും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ പാടിയിട്ട് നമ്മൾ തന്നെ നമ്മുടേത്. പിന്നെ ആകെ ഉള്ളത് പ്രാർത്ഥനയും എൻ്റെ പാട്ടുകളും മാത്രമല്ല, കുറച്ച് വേദനകളും. പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വേദന മുഴുവൻ പാട്ട് കൊണ്ടുപോയി. പകരം പുതിയൊരു ജീവിതം പാട്ട് കൊണ്ടുവന്നു അല്ലേ? എന്താ സംശയം, എൻ്റെ പാട്ടുകൾ എന്നെ ഞാനാക്കി മാറ്റി. തീർച്ചയായിട്ടും. കാരണം വലിയ ആഗ്രഹമായിരുന്നു യാത്രകൾ ചെയ്യണം എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ പാട്ടുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പുറം ലോകത്തെത്തി ആ പാട്ടുകൾ വന്നതിന് ശേഷം ഒരുപാട് അന്നത്തെ കാലത്ത് പിന്നെ അത് അറിഞ്ഞതിന് ശേഷം ഒരുപാട് മീഡിയകളിലൊക്കെ ഞാൻ വന്നു, കുറേ പ്രോഗ്രാംസുകൾ ചെയ്തു. അങ്ങനെയൊക്കെ പ്രോഗ്രാംസുകളൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് വിദേശത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അന്ന കാലത്ത് എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ എപ്പോഴും ആഗ്രഹങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ എന്താണ് പറയുക, ഒരു ഭിന്നശേഷിക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: പഠിച്ചോനെ, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കാലം കഴിഞ്ഞാൽ എന്നെ ആരും നോക്കും, അതിന് മുമ്പേ അവർ പോകുന്നതിന് മുമ്പേ എന്നെ തിരിച്ചു വിളിക്കണേ എന്ന് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പഠിച്ചവനാണ് മാറ്റി തന്നു. എനിക്ക് എന്നെക്കൊണ്ട് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്ന രീതിയിലേക്കുള്ള ഒരു ലോകത്തേക്ക് എന്നെ എത്തിച്ചു. അതാണ് സത്യം. ഓ തീർച്ചയായിട്ടും. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നല്ല വാഹനത്തിൽ പോകണം, പിന്നെ നല്ല യാത്ര ചെയ്യണം, പിന്നെ ഒരുപാട് പിന്നെ പൊതുവേ ഇത് രണ്ടിനാണ് എനിക്ക് വേറെ താല്പര്യം. പിന്നെ മ്യൂസിക്കാണ് എൻ്റെ പ്രധാനം. എങ്ങനെ പാട്ടൊക്കെ പഠിച്ച്? ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ കേട്ട് പഠിച്ചതാണ്. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടുണ്ടാവും വീട്ടിൽ. പിന്നെ അങ്ങനെ നമ്മളൊക്കെ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ പഴയ കാലങ്ങളിൽ ഇതിനോടൊക്കെ ഭയങ്കര എതിരാണ്. അപ്പം നമ്മൾ ഒതുങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളാരും അറിയാണ്ട് പിന്നെ മാത്രമല്ല, എന്നെ സംബന്ധിച്ച ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് പഠിപ്പിച്ചു തന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തന്നെയാണ്ട് പഠിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പഠിച്ചവനെ ചില ആളുകൾ പറയുമല്ലോ, അവന് കാലും കഴിയുന്നില്ല, അവന് വേറെ കുറേ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ചെറിയ കഴിവുകളൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീട്ടിൽ റേഡിയോൻ്റെ സ്റ്റേഷൻ വരെ വരുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സാണ് മെയിനായിട്ട്. ഇലക്ട്രോണിക്സിലൂടെ ഞാൻ ആദ്യം പഠിച്ചത് സൗണ്ട് എഡിറ്റിങ്, സൗണ്ട് എൻജിനീയറിങ്, അതുപോലെ വോക്കൽ ചെയ്യൽ, പിന്നെ വർക്കുകൾ ചെയ്യൽ, ഇതൊക്കെയാണ് ഞാൻ ആദ്യം പഠിച്ചത്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കാലത്തേക്ക് വരികയാണെങ്കിൽ
ഈ ഇലക്ഷൻ സമയം എന്ന് വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ പാട്ട് പാടാൻ കഴിയുന്നവർക്കും സൗണ്ട് എഞ്ചിനീയേഴ്സിനും ഭയങ്കര തിരക്കുള്ള സമയമാണല്ലോ. തീർച്ചയായിട്ടും. ഇത്തവണത്തേക്കുള്ള പാട്ടുകളൊക്കെ സെറ്റാക്കി തുടങ്ങി? സെറ്റായി. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുതൽ ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ ഏകദേശം ഒരു 80ഓളം പാട്ടുകൾ ഞാൻ തന്നെ പാടിക്കഴിഞ്ഞു. നമ്മൾ തന്നെ ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെ വർക്കുകളൊക്കെ നമ്മളെ കയ്യിൽ വരും, നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ മറ്റ് സിംഗേഴ്സ് ഇവിടെ വന്ന് പാടുന്നതുണ്ട്, പിന്നെ നമ്മൾ തന്നെ പാടുന്നുണ്ട്. വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ട് എവിടെയും പോകണ്ട. അത് ഞാൻ ആദ്യമൊക്കെ പുറത്തായിരുന്നു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2007-8 സമയങ്ങളിലൊക്കെ സ്റ്റുഡിയോയിൽ ഞാനൊരു പാട്ട് പാടാൻ പോയാലും എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാടുന്ന പാട്ടിലെല്ലാം എൻ്റെ ശ്രദ്ധ ഉണ്ടാവില്ല. ആ സ്റ്റുഡിയോയിൽ അവരെന്തൊക്കെ അവരെന്തൊക്കെ ചെയ്യുന്നു, അതിലെന്തൊക്കെ കാണിക്കുന്നു, അതാണ് പിന്നെ ശ്രദ്ധ മുഴുവൻ. അതാണ് നമ്മൾ ഒന്നിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ കുറേ കാലത്തിന് ശേഷം കൊറോണ വന്നപ്പോൾ എനിക്കൊരു വലിയൊരു അപകടമൊക്കെ പറ്റി. ഞാൻ വീട്ടിൽ തന്നെ വീണ്ടും ആയി. എനിക്ക് പുറത്തേക്ക് പോകാൻ കൊറോണ വന്നപ്പോൾ കുറേ മൂടി കെട്ടിയല്ലോ, പുറത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ വലിയ തന്നെ വീട്ടിൽ ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ തന്നെ ചെയ്യുമല്ലോ, അപ്പം നമ്മൾ തന്നെ ഒരു സ്റ്റുഡിയോ വീട്ടിൽ തുടങ്ങിയാലോ എന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ വീട്ടിലൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്ത് കുറേ സുഹൃത്തുക്കളെ സഹായത്തോട് കൂടിയിട്ട്. പാട്ടുകൾ പുതിയ ട്രെൻഡ് വരുന്നു, പുതിയ രീതിയിൽ വരുന്നു, പുതിയ സംവിധാനങ്ങൾ വരുന്നു. ഓരോ വർഷവും പാട്ടിന്റെ ശൈലിയൊക്കെ മാറുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പഴയതുപോലെയല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജികളൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇപ്പോൾ മൊബൈലിൽ തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ സ്റ്റുഡിയോക്ക് അത്ര പ്രാധാന്യമില്ല. ചിലർ വീട്ടിലിരുന്നിട്ട് തന്നെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ആയി. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് വളരെ പരിതാപകരമാണ്. ഒരു സ്റ്റുഡിയോയിൽ പാട്ട് പാടാൻ പോകണമെങ്കിൽ ഒന്നിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ മദ്രാസിൽ പോകണം. നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യണം മദ്രാസ്. പക്ഷേ എപ്പോഴും എനിക്ക് പറയാം, സ്റ്റുഡിയോയിൽ തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന പാട്ടുകൾക്കാണ് മൂല്യം, വേലികൾ എപ്പോഴും ഉണ്ട്. എന്തായാലും ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ. തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ ഇവിടെ തിരുനാവായത്ത് ജംഷീർക്കാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ തിരുനാവായ കൈനിക്കര എത്തിയാൽ ജംഷീർക്കയുടെ വീടുണ്ട്. പാട്ട് വേണ്ടവരും പാട്ടിനെ പറ്റി അറിയേണ്ടവരൊക്കെ വരിക, കാണുക. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, News 18.